ഡ്രസ്സിൻ്റെ ബാക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി ഷേപ്പിങ് കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഷേപ്പിങ് കാര്യങ്ങളൊക്കെ ഇത് കുറച്ച് ഓവറായി തള്ളിക്കണം, ഒന്ന് റെഡിയാക്കാണ്ട്. സോ കുറച്ചൊരു എക്സസൈസും കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിന്ന് ഫ്രണ്ട് ചെയ്യാം. ഫ്രണ്ട് ഈ ചെറിയ കർവുള്ളൂ, ഇനി ഫ്രണ്ട് ചെയ്യാം. ഓക്കെ, ഇതായിട്ട് നമ്മൾ വേറെ വരച്ചുകൊണ്ട് ഇത്രക്കൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ മുമ്പ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുമോ ഈ ഒരു പോസ്റ്ററിൽ? ഓക്കെ, നമുക്കിനി ഡിസൈൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. നമുക്ക് ഹെഡ്ലൈറ്റ് അത്ര പോരാന്നുണ്ടെങ്കിൽ കുറച്ച് കൂട്ടാം. അപ്പോൾ ഇത് മതിയെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇത് രണ്ടും പാടിയും ഈ രണ്ട് ലൈനും ഒപ്പം ജോയിനായിക്കാണ്ട വേണ്ടിയത്. റെഡി ആയിട്ടില്ല. നമുക്ക് നോക്കാം, ലാസ്റ്റ് കിട്ട് റെഡിയാക്കാൻ പറ്റുമെങ്കിൽ റെഡിയാക്കാം. നെക്സ്റ്റ് പരിപാടി ഈ അടിഭാഗം നമുക്ക് കുറയ്ക്കേണ്ടി വരും. അടിഭാഗം സെലക്ട് ചെയ്തിട്ട് ഓരോക്കെ മാറ്റി വെക്കാം. അവിടെ വേറെ ഫോൺ പൊന്തി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ചെയ്തിട്ട് എന്തോ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എങ്ങനെ നിൽക്കുന്നത്. താഴ്ത്താം, സാധാ മതിയാക്കാം. ഏതായാലും നമുക്കിനി കുറച്ച് വരകൾ വായിക്കാണ്ട്, എന്നിട്ട് നമുക്ക് വഹിച്ച്. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് നേരം റെഡിയാക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുകൾക്ക് ഭാഗത്തേക്ക് പോകാം. നമുക്കിനി ഇതിലുള്ളതിൽ കുറച്ച് ടെക്സ്റ്റേഴ്സ്, അതായത് നമ്മൾ കുറച്ചൊന്ന് ഷേപ്പിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാൻ പറ്റി നോക്കാം. ഇത് വേണ്ടല്ലേ, നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അവിടെ ടെക്സ്റ്റേഴ്സ്, അതായത് ഷേപ്പിങ്സ് കൊടുത്തിട്ട് ഒഴിവാക്കി. ഇതാണ് നമ്മൾ ഡ്രസ്സിൻ്റെ മുൻഭാഗം കേട്ടോ. ഇനി നമുക്ക് ഇവിടെ നമ്പർ പ്ലേറ്റിൻ്റെ ഭാഗം ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. നമുക്കിനി കുറച്ച് ഷേപ്പിംഗ് നമുക്കൊന്ന് റെഡിയാക്കാം. അതിന് മുമ്പ് നമുക്ക് പ്രകാശിൻ്റെ ഒരു ചിഹ്നം നമുക്ക് കൊണ്ടുവരാം. പ്രകാശമല്ല, പ്രകാശമെങ്കിൽ പ്രകാശം ചേർക്കാം. താൽക്കാലികമായി ഇതെടുക്കുക, ഈ ചിഹ്നം. ഓക്കെ, ചിഹ്നമൊക്കെ കൊടുക്കുക. എന്നിട്ട് ഓക്കെ, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. മുന്നത്തെ ഈ ഭാഗം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടലാണ് വരിക. നമുക്കിനി ഇത് ഇച്ചിരി വലുതാൻ വേണ്ടി വരും. നമുക്ക് നെക്സ്റ്റ് ഇവിടെ കുറച്ച് അടി ബാക്ക് കൊണ്ടുപോകാം. ഓക്കെ ഓക്കെ, ബാക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇതൊക്കെ അതുപോലെ തന്നെ നമുക്ക് ബാക്ക് കൊണ്ടുപോകാം. സിമ്പിൾ ഭാഗത്തൂടെ എത്ര തള്ളിക്കൂടെ നമുക്ക് കാണാം കേട്ടോ. സെലക്ട് ചെയ്യാം. സോ നമ്മൾ മുൻഭാഗം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മുൻഭാഗം ഏറെക്കുറെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പേരിനുള്ള ഭാഗം പാടി എന്നുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. വല്ലാതെ സംസാരങ്ങളൊന്നുമില്ല, പെട്ടെന്ന് നമ്മൾ വീഡിയോ തീർക്കുകയാണ്. ഏകദേശം 1/2 മണിക്കൂറോളം എടുത്തിട്ടുണ്ട് ഈ വീഡിയോ എടുക്കാൻ.
അത് ചുരുക്കി കഴിഞ്ഞ ബാക്കിൻ്റെ ഉണ്ടാക്കേണ്ട വീഡിയോ ഏകദേശം 29 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. അത് 11 മിനിറ്റ്സിലേക്ക് ചുരുക്കി എടുത്തതാണിത്. അതുപോലെ തന്നെ ഇതും 30 മിനിറ്റ്സ് അല്ല, 1 ഹവർ, അതായത് 51 മിനിറ്റ്സാണ് ഇതിനെടുത്തിട്ടുള്ളത് കേട്ടോ. 51 മിനിറ്റ്സ് ഈ ഒരു മുൻഭാഗം മാത്രം ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ എഫേർട്ടിന് നിങ്ങളുടെ ലൈക്ക് ചെയ്യണം, കാരണം നമ്മൾ അത്രയ്ക്ക് എഫേർട്ട് എടുത്തിട്ടാണ് ഈ വീഡിയോ എടുക്കേണ്ടത്. ചിലർ ബാഡ്, അതായത് ആവശ്യമില്ലാത്ത ഓരോ കമൻസ് ഇടും, അതൊന്നും മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. പരമാവധി നിങ്ങൾ ബാഡ് കമൻറ്റ്സ്, അതായത് ഗുഡ് കമൻറ്റ്സ് അധികം ശ്രമിക്കുക. ബാഡ് കമൻറ്റ്സ് അത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക, കാരണം നല്ല എഫേർട്ട് എടുത്താണ് ഈ പണിയെടുക്കേണ്ടത്. പിന്നെ എൻ്റെ ഒരു താല്പര്യത്തിനാണ്. കാണേണ്ടവർക്ക് കാണാം, വേണ്ടാത്തവർക്ക് ഇത് ഒഴിവാക്കാം, വീഡിയോ സ്കിപ്പ് ചെയ്ത് വിടാം. പക്ഷേ കാണേണ്ടവർ, ഇഷ്ടമുള്ളവർ സ്കിപ്പ് ചെയ്യാതെ കാണുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ കുറച്ചുപാട് ഈ ഷേപ്പും കാര്യങ്ങളൊക്കെ ഞാൻ പറ്റുകയാണെങ്കിൽ റെഡിയാക്കണം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ റൈറ്റ് സൈഡ്, ഈ സൈഡ് നമുക്ക് റെഡിയാക്കാം. ചിലപ്പോൾ നമ്മൾ 2 സൈഡ് ഒപ്പാക്കാൻ റെഡിയാക്കുക. പിന്നെ മുകൾ ഭാഗം, പിന്നെ ടയറിൻ്റെ ഈ വീൽ ഭാഗം, ഇതൊക്കെ ആക്കാൻ റെഡിയാക്കുക. സോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.